സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ നിയമസഭയിൽ എണ്ണിപ്പറഞ്ഞ് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി നമ്മൾ എല്ലാവരും കേട്ടതാണ്. അത് കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്നും നടക്കില്ല എന്നുള്ള ജനങ്ങളുടെ ചിന്താമരവിപ്പ് 2016 മുതൽ മാറി എന്ന് പിണറായി പറഞ്ഞു പോയത് അങ്ങ് വെറുതെ പറഞ്ഞു പോയതല്ല. കണക്കുകൾ പരിശോധിക്കുമ്പോഴും അത് ശരിയാണ് എന്ന് ഏവർക്കും മനസ്സിലാകും. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ള സ്ഥിതി മാറിയിരിക്കുകയാണ്. കേരളം വ്യവസായ നിക്ഷേപ സൗഹാർദ്ദമല്ല എന്നുള്ള ആക്ഷേപവും മാറി. 2016 മുതൽ കേരളത്തിൽ മാറ്റങ്ങളുടെ കാലമാണ് എന്നും മുഖ്യമന്ത്രി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വൻ നേട്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ 300-ൽ നിന്ന് 6000-ത്തിലധികമായി മാറി. തൊഴിലവസരങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചു. 1,00,000-ത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകൾ മാത്രമാണ്. IT രംഗത്ത് 90,000 കോടി രൂപയുടെ കയറ്റുമതി സംസ്ഥാനത്ത് മാത്രമുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ഹബ്ബായി മാറി. സംസ്ഥാനത്ത് ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ എന്നിവയൊക്കെ നടപ്പിലായി. 2028-ൽ വിഴിഞ്ഞം പൂർണ്ണമായി യാഥാർത്ഥ്യമാകും. UDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാർ മേഖലയിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ നിലയിലായിരുന്നു. ആർദ്ര മിഷനിലൂടെ ഇടത് സർക്കാർ അതെല്ലാം മാറ്റിയെടുത്തു. ആരോഗ്യരംഗത്തെ ബജറ്റ് വീതം 3 ഇരട്ടിയായി ഉയർത്തി. 2016-ൽ ഇടത് സർക്കാർ വരുമ്പോൾ കാർഷിക മേഖല തകർന്നു കിടക്കുകയായിരുന്നു. നെൽകൃഷി 2.5 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യുവാക്കളെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നു. നാളികേരത്തിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിരുന്നു പിണറായി സർക്കാർ. റബ്ബർ കർഷകർക്കുള്ള തുക 600 കോടിയായി ഉയർത്തി. ക്ഷീര കാർഷിക മേഖലയിലും മികച്ച ഇടപെടലാണ് LDF സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 63 ലക്ഷം പേർക്ക് സാമൂഹ്യ പെൻഷൻ നൽകി വരുന്നുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത് നൽകിയിരുന്ന പെൻഷൻ തുക 600 രൂപയായിരുന്നു. അതിൽ നിന്ന് ഇടത് സർക്കാർ 1600 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. പാവപ്പെട്ടവർക്കായി 4.5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകി. ഫിഷറീസ് മേഖലയിലും 12,400-ൽ മുകളിൽ വീടുകൾ നിർമ്മിച്ചു നൽകി. പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു. വ്യാജ പ്രചാരണങ്ങൾക്ക് വലിയ ആയുസ് ഉണ്ടാകില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്.